ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിക്കുന്ന തൃശ്ശൂരിലെ പുലികളി ഇന്നാണ്. 7 ടീമുകളാണ് ഇക്കുറി പുലികളിക്കുള്ളത്. ഓരോ ടീമിലും 31 മുതൽ 51 വരെ അംഗങ്ങളാണ്, പുലികളാണ് ഉണ്ടാവുക. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തൃശ്ശൂർ കോർപ്പറേഷനും പോലീസും അറിയിച്ചു. 500-ലധികം പോലീസുകാരെയാണ് പുലികളി പ്രമാണിച്ച് സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുള്ളത്. തൃശ്ശൂരിൽ നിന്ന് നിഖിൽ പ്രമേഷ്, ഒപ്പം തന്നെ ഷഹദ് റഹ്മാൻ എന്നിവർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം ഷഹദ് റഹ്മാനിലേക്കാണ്. ഷഹദ്, തൃശ്ശൂർ നഗരത്തിൽ പുലികൾ ഇറങ്ങാൻ പോകുന്നു. വലിയ ഒരുക്കങ്ങളാണ്, ഏറെ നാളത്തെ ഒരുക്കങ്ങൾക്കൊടുവിൽ പുലികൾ ഇറങ്ങാൻ പോവുകയാണ്. സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെ, പുലിമടകൾ എങ്ങനെ ഒരുങ്ങുന്നു? ഷഹദ് റഹ്മാൻ. രജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂര് ടൗണിലാണ്. അപ്പം ഇപ്പം ഇവിടെ അങ്ങനെ വലിയ തിരക്കോ അല്ലെങ്കിൽ ബഹളമോ ഒന്നുമില്ല. പക്ഷെ ഇതായിരിക്കില്ല ഇനി അങ്ങോട്ടുള്ള സമയം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് തൃശ്ശൂരിൽ നിന്ന് പുലികൾ ഇറങ്ങാൻ പോവുകയാണ്. അപ്പം അതിനുള്ള അവസാനവട്ട ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഇതിനോടകം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതായത് ഇപ്പോൾ ഇന്ന് ഈ പുലിക്കളിയുടെ ഭാഗമായിട്ട് പല ടീമുകളുടെ അല്ലെങ്കിൽ പല വിഭാഗങ്ങളുടെ ഈ നിശ്ചല ദൃശ്യങ്ങളൊക്കെ തയ്യാറാവുകയാണ്. അപ്പം അതിന്റെ ഭാഗമായിട്ടുള്ള പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതുപോലെ വിവിധ ഭാഗങ്ങളിലായിട്ട് അല്ലെങ്കിൽ വിവിധ ഭാഗങ്ങളായിട്ട് ഇത്തരത്തിൽ പലതരത്തിലുള്ള നിശ്ചല ദൃശ്യങ്ങളും ഒരുങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 31 മുതൽ 51 പേർ പങ്കെടുക്കുന്ന 7 അംഗ ടീമാണ് ഇക്കുറി ഈ പുലിക്കളിക്ക് ഇറങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുലിക്കളിയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായിട്ട് അല്പം മുമ്പ് രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ തൃശ്ശൂർ കോർപ്പറേഷനും അതുപോലെ തന്നെ പോലീസും അറിയിച്ചിട്ടുണ്ട്. ഏകദേശം 500-ലധികം പോലീസുകാരെയാണ് ഈ പുലിക്കളി പ്രമാണിച്ച സുരക്ഷയുടെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുള്ളത്. രാവിലെ മുതൽ തന്നെ ഈ സ്വരാജ് ഗ്രൗണ്ടിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഒപ്പം തന്നെ രാവിലെ തേക്കിൻകാടും അതുപോലെ തന്നെ സ്വരാജ് ഗ്രൗണ്ടിലെ വിവിധ മേഖലകളിലും വാഹനങ്ങൾക്ക് പാർക്കിംഗ് അനുവദിക്കില്ല എന്ന ഇതിനോടകം തന്നെ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1 മണിയോടെ സ്വരാജ് ഗ്രൗണ്ടിലേക്ക് വാഹനങ്ങൾക്ക് പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം. വൈകുന്നേരം 5 മണിക്കാണ് പുലിയുടെ ഫ്ലാഗ് ഓഫ് നിർവഹിക്കുക. പക്ഷേ അതിന് മുന്നോടിയായിട്ട് തന്നെ നമുക്കറിയാം, ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും വലിയ രീതിയിൽ ആളുകൾ കൊണ്ട് വന്നു തുടങ്ങും. പിന്നെ ചായം പൂശലും അതുപോലെ തന്നെ ചമയം ഒരുക്കങ്ങളും ഒക്കെ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ഇത്തവണ പുലിക്കളിയിൽ എന്തെല്ലാം സസ്പെൻസുകളാണ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ചേട്ടാ 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 നിങ്ങൾ ഏതാ ടീം? ഏതാ? ഒന്നും കൂടി വരും. ഏതാ ടീം? ഏതാ? അവരിപ്പം അവസാനവട്ട പരിപാടികളിലാണ്. നിങ്ങൾ ഏതാ ടീം? ഏതാ? ചെക്കമുക്ക്. അപ്പം ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്ത് എത്ര ടീമുകൾ ഉണ്ടാവും? ഇവിടുന്ന് ഈ ഭാഗത്ത് മൊത്തമായിട്ട് 4 ടീമാണുള്ളത്. ചെക്കാമുക്ക്, അതേമാതിരി സീതാറാമിൽ ലൈൻ, അത് കഴിഞ്ഞാൽ കുട്ടങ്ങളര, ചങ്ങളര, അത് കഴിഞ്ഞാൽ കാനഡര. ഈ 4 ടീമാണുള്ളത്. ഇതെല്ലാം പോകുന്നത് MG റോഡ് വഴിയാണ് പോകുന്നത്. ഈ ഭാഗത്താണ് മെയിനായിട്ട് എല്ലാ ടീമും. പിന്നെ ഉള്ളത് വിയൂരാണ്. പിന്നെ അപ്പുറത്തുണ്ട്. ഇത്തവണത്തെ ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലാണോ? കണ്ടില്ലേ നിങ്ങൾ തന്നെ? എല്ലാരും കാണട്ടെ. ഈ വർക്ക് തന്നെ കണ്ടില്ലേ? നമ്മളെ മാക്സിമം ഞങ്ങൾ തന്നെ എടുക്കും. ആ ലൈനിലാണ് നിൽക്കണേ. എന്തെങ്കിലും ഇത്തവണ വെറൈറ്റികളൊക്കെ പ്രതീക്ഷിക്കാവോ? പ്രത്യേകിച്ച് ഈ നിശ്ചല ദൃശ്യങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? വെറൈറ്റികളുണ്ട്. എന്തായാലും അത് സസ്പെൻസ് അല്ലേ, അല്ല ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും. അപ്പൊ അതിനെ കിട്ടട്ടെ, ആ സമയത്ത് കാണാം. അപ്പം അങ്ങനെയാണ്, ഒരുപാട് സസ്പെൻസുകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ആ സസ്പെൻസിനൊക്കെ വേണ്ടി കാത്തു നിൽക്കുവാണ്. അപ്പം തൃശ്ശൂർ ഗഡികളൊക്കെ ഇതിനോടകം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ കൂടുതൽ ആളുകൾ വരികയും ചെയ്യും. കാരണം ഇന്ന് തൃശ്ശൂരിൽ പുലി ഇറങ്ങുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള മറ്റുള്ള ആളുകൾക്ക് അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുമോ? അപ്പം പുലിക്കളി നമ്മൾ എന്തായാലും ഇത്തവണ അടിച്ച് പൊളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഇപ്പം കൂടുതൽ ആളുകളൊക്കെ വന്നു തുടങ്ങും. ഇന്നലെ തന്നെ ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വലിയ തിരക്കാണ്. പലരും ഇത്തരത്തിൽ ഈ പുലിക്കളിയുടെ ഭാഗമാകാനൊക്കെ വന്നതാണ്. അപ്പം ഇനിയുള്ള മണിക്കൂറുകൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും പ്രേക്ഷകരിൽ എത്തിക്കും. രജിത്ത്. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിഖിൽ പ്രമേഷ് കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിഖിൽ, ഇത്തവണ 7 ടീമുകൾ, ഓരോ ടീമിലും 51 വരെ അംഗങ്ങളുള്ള ടീമുകളൊക്കെ ഉണ്ട്. പുലിമടകളിലെ ഒരുക്കം എങ്ങനെയാണ്? നിഖിൽ ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? ഈ ചായം പൂശൽ പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്ര മണിയോടുകൂടി കടക്കാനാണ് ടീമുകൾ ആലോചിക്കുന്നത്? നിഖിൽ. മാത്രമാണ്. ഞാനിപ്പോ കേരളവർമ്മ കോളേജിലാണ്. ഇവിടെ കാനാട്ടുകര ദേശം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിരാവിലെ തന്നെ അവരുടെ ഒരുക്കം ആരംഭിച്ചു കഴിഞ്ഞു. ഓരോ പുലികളായി ഇങ്ങനെ പുറത്തേക്കൊക്കെ വരുന്നുണ്ട്. എല്ലാ പുലികളും എല്ലാ സംഘങ്ങളും ഒരുപാടധികം വ്യത്യസ്തതകളും സർപ്രൈസുകളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടാകും.
അതാണ് അവരുടെ പ്രത്യേകതകൾ. ഇപ്പൊ അവരുടെ ഒരുക്കം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഏറ്റവും ആദ്യം ഒരുങ്ങി തുടങ്ങുന്ന സംഘങ്ങളിൽ ഒന്ന് അവരായിരിക്കും. സ്വാഭാവികമായിട്ടും ഇനി അതിരാവിലെ മുതൽ തന്നെ അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. വൈകുന്നേരം ആകുമ്പോഴേക്കും അതിനുള്ളൊരു കാത്തിരിപ്പിലായിരിക്കും ഈ സംഘങ്ങൾ എല്ലാവരും തന്നെ. ഇവിടെ ഒരു ഭാഗത്ത് ആളുകൾ ഇങ്ങനെ തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നു, മറ്റൊരു ഭാഗത്ത് ഒരു പകുതി ഭാഗം വരച്ച് ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുന്നു. അങ്ങനെ ഒരുക്കം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുക. ഇതൊരു അടിപൊളി പുലി നമുക്ക് കാണാം. പുലിയുടെ മുഖം കാണുമ്പോൾ തന്നെ വളരെ ഗംഭീരമായിട്ടുള്ള വര ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഇനി എത്ര സമയം നിൽക്കേണ്ടി വരും? വൈകുന്നേരം വരെ ഇതേ നിൽപ്പാണ് അല്ലേ? ചേട്ടന് നേരത്തെയൊക്കെ വന്നിട്ടുണ്ടോ പുലിക്ക്? സ്ഥിരമായിട്ട് വരുന്ന പുലിയാണ്. പുലിയുടെ പേരെന്താ? ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അത് പരിഹരിച്ചതിന് ശേഷം നിഖിലേക്ക് എത്താം എന്ന് കരുതുന്നു. ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിക്കുന്ന തൃശ്ശൂരിലെ പുലിക്കളിക്കായി അതിൻ്റെ പുലികൾ നഗരത്തിലേക്ക് ഇറങ്ങുന്നതിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും. 7 ടീമുകളാണ് ഇക്കുറി ഉള്ളത്. ഓരോ ടീമിലും 31 മുതൽ 51 വരെ അംഗങ്ങളുണ്ടാകും. പുലിമടയിൽ രാവിലെ മുതൽ തന്നെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം നഗരത്തിലേക്ക് പുലികൾ ഇറങ്ങാൻ പോകുന്നു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് തൃശ്ശൂർ കോർപ്പറേഷനൊക്കെ അറിയിക്കുന്നത്. സ്വാഭാവികമായും ചില സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തേണ്ട നിലയുണ്ട്. സ്വരാജ് റൗണ്ടിൽ രാവിലെ മുതൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. ഉച്ചയ്ക്ക് ശേഷം പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് പോകും എന്നും മനസ്സിലാക്കുന്നു. 500-ലധികം പോലീസുകാരെയാണ് പുലികളി പ്രമാണിച്ച് വിന്യസിച്ചിട്ടുള്ളത്. സൂരജ് സജികുടി നമുക്കൊപ്പം ചേരുകയാണ് ഇപ്പോൾ. സൂരജ് എവിടെയാണുള്ളത്? പുലിമടകൾ ഒരുങ്ങുന്നു. ചില സസ്പെൻസുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ടീമുകൾ. എവിടെ നിന്നാണ് സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നത്? സൂരജ്, നമ്മളിപ്പോൾ ഉള്ളത് പാട്ടുരാക്കൽ ദേശത്തിന്റെ പുലിമടയിലാണ്. അതാ ഇവിടെ ഒരുക്കങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ പുലികൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ചില സസ്പെൻസുകൾ, അത് ടി.കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അവസാന വട്ടവും അത് ഒളിപ്പിച്ചു വെക്കുന്ന ഒരു രീതിയുണ്ട്. ഈ സസ്പെൻസുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പുലികളുടെ എല്ലാം ചമയം അത് ഈ പുലിമടയിൽ കാണാം. വ്യത്യസ്തമായിട്ടുള്ള മുഖംമൂടികൾ, അതായത് ഇക്കുറി നമ്മൾ പല ദേശങ്ങളുടെയും ചമയ പ്രദർശനം കണ്ടതാണ്. പക്ഷേ അവിടെ ഒന്നും കാണാത്ത തരത്തിലുള്ള പല വ്യത്യസ്ത തരം മുഖംമൂടികൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ചമയത്തിൽ ഉൾപ്പെടെ വലിയ വ്യത്യസ്തത കൊണ്ടുവരാൻ ഓരോ ദേശവും ശ്രമിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ള ഈ പാട്ടുരാക്കൽ ദേശത്തിലടക്കവും ഇത്തരത്തിൽ തന്നെയാണ്. ഈ പുലികളെ വരയ്ക്കാൻ വേണ്ടി എത്തിയ ആളുകളുണ്ട്. ചേട്ടാ, ഇവിടെ എന്തൊക്കെയായി നമ്മുടെ ഇവരുടെ പ്രതികരണത്തിലേക്ക് കൂടി പോകാം എന്ന് തോന്നുന്നു. എന്തായി നമ്മുടെ ഒരുക്കങ്ങളൊക്കെ? ഞങ്ങളൊക്കെ ഒരുവിധം പൂർത്തിയായിട്ടുണ്ട്. പിന്നെ സെറ്റ് അതും മറ്റേ സെറ്റ് ചെയ്യാമല്ലോ. വേഷം നിൽക്കണവര് വലിയ പിന്നെ വരയൊക്കെ തുടങ്ങാം. വര 8 മണി 9 മണി അല്ലേ? 8 മണി 9 മണി തൊട്ടല്ലേ തുടങ്ങാം? അത് തന്നെയാണ്. അതായത് ഈ ആദ്യം പോകുന്ന ചില ദേശങ്ങളുണ്ട്, അവരെ സംബന്ധിച്ച് അവരാണ് ആദ്യം തുടങ്ങുക. അതായത് 5 മണിക്കൊക്കെ സീതാറാം മിൽ ദേശത്ത് വര തുടങ്ങും എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇവിടെ എപ്പോഴും നമ്മൾ വര തുടങ്ങും? ഇവിടെ ഞങ്ങൾ ഒരു 6 മണിയോട് കൂടിയിട്ട് തുടങ്ങും എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഓൾറെഡി എല്ലാ പുലികളും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കുറച്ച് നിമിഷം എല്ലാ കോട്ടിങ് തുടങ്ങും. അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് കോട്ടിങ് കഴിഞ്ഞതിന് ശേഷം വര തുടങ്ങും. അങ്ങനെയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ദേശത്താണ് 2 ദിവസം മുമ്പ് ഈ നിറക്കൂട്ടുകൾ അരച്ചു തുടങ്ങിയ ദേശമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പുറത്തൊക്കെ പുലികൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആദ്യം ഈ ശരീരത്തിൽ രോമമടക്കം നീക്കം ചെയ്തതിന് ശേഷം വേണം ഈ പുലികളെ സംബന്ധിച്ച് ഈ ചായം പൂശാൻ. കാരണം ഇല്ലെങ്കിൽ ഈ പെയിന്റ് ഇളകിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ദൃശ്യങ്ങളിൽ കാണാം, അവിടെ ഈ രോമമെല്ലാം നീക്കം ചെയ്ത് ഈ വരയ്ക്കാൻ വേണ്ടി തയ്യാറാകുന്ന പുലികളെയാണ് കാണുന്നത്. അങ്ങനെ ഈ അതായത് 7 സംഘങ്ങളാണ്, 7 ദേശങ്ങളാണുള്ളത്. ഈ 7 ദേശത്തും ഇപ്പോൾ ഇതിനോടകം തന്നെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇതിന്റെ കൂടെ ചില നിശ്ചല ദൃശ്യങ്ങൾ ഉൾപ്പെടെ തയ്യാറാകേണ്ടതുണ്ട്. അതാണ് ഷഹദൊക്കെ കാണിച്ചത്. അവസാന നിമിഷത്തിലാണ് ഈ നിശ്ചല ദൃശ്യങ്ങളുടെ ഈ പണിപ്പുരയിലെ അവസാന വട്ട ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും രാവിലെ 6 മണിയോടുകൂടി തന്നെ പല ദേശങ്ങളിലും ഇപ്പോൾ ഈ ചായം പൂശുന്ന അടക്കമുള്ളവ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും തൃശ്ശൂരിനെ സംബന്ധിച്ച് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി പോലീസും കോർപ്പറേഷനും അറിയിക്കുന്നു. തൃശ്ശൂർ നഗരത്തിൽ കർശന ഗതാഗത നിയന്ത്രണമാണ് ഈ പുലിക്കളിയോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളത്. സ്വരാജ് റൗണ്ടിലേക്ക് രാവിലെ മുതൽ തന്നെ ഒരു തരത്തിലുള്ള സ്വരാജ് റൗണ്ടിന് ചുറ്റും ഒരു തരത്തിലുള്ള പാർക്കിംഗ് അനുവദിക്കില്ല. തേക്കിൻകാട് ഒരു തരത്തിലുള്ള പാർക്കിംഗ് അനുവദിക്കില്ല. ഉച്ചയ്ക്ക് 1 മണി മുതൽ സ്വരാജ് റൗണ്ടിലേക്ക് കർശന ഗതാഗത നിയന്ത്രണമാണ്. ഒരു തരത്തിലുള്ള വാഹനങ്ങളും ഈ സ്വരാജ് റൗണ്ടിൽ അനുവദിക്കില്ല. പകരം മറ്റു പാതകളിലൂടെ, അതായത് റൗണ്ടിലേക്ക് കയറാതെ മറ്റു പാതകളിലൂടെ സഞ്ചരിക്കണം എന്നൊരു കർശന നിർദ്ദേശമാണ് പോലീസ് ഉൾപ്പെടെ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 500-ലധികം പോലീസുകാരെ വിന്യസിപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കഴിഞ്ഞ തവണ ഈ പൂരത്തിനടക്കം പോലീസ് ഇടപെടൽ ഉൾപ്പെടെ വലിയ ചർച്ചയായതാണ്. ഈ സാഹചര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള വീഴ്ചയും അനുവദിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും അത് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലും ACPയുടെ നേതൃത്വത്തിലും എല്ലാം ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ സംഘാടകരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നടപടി, ഒരു സുരക്ഷാ ക്രമീകരണങ്ങളിലേക്കാണ് പോലീസ് ഇക്കുറി കടന്നിരിക്കുന്നത്. എന്തായാലും എല്ലാ ദേശങ്ങളിലും എല്ലാ പുലിമടകളിലും ഒരുക്കങ്ങൾ തകൃതിയായി തന്നെ തുടങ്ങിയിരിക്കുന്നു. ടി.കെ.
ശരി, സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു. പുലിമടകൾ ഒരുങ്ങുകയാണ്. രാവിലെ മുതൽ തന്നെ ചായം തേച്ചും ചമയങ്ങൾ അണിഞ്ഞും നിശ്ചല ദൃശ്യങ്ങൾ ഒരുക്കിയും ഒക്കെ ഓരോ ടീമുകളും തയ്യാറാവുകയാണ്. 7 ദേശമാണ്, 7 ടീമുകളാണ്. അതിൽ തന്നെ ചില ടീമിൽ 51 പുലികൾ വരെ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും ആ പുലിമടകളിൽ അവർ സസ്പെൻസ് സൂക്ഷിക്കുന്നുണ്ട്. അവരുടെ ചമയത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ കണ്ടതാണ്. വരും മണിക്കൂറുകളിൽ പുലികളിയുടെ ദൃശ്യങ്ങളാൽ സമ്പന്നമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഉച്ചയോടുകൂടി തൃശ്ശൂർ നഗരത്തിൽ പുലികൾ വൈകിട്ടോടുകൂടി തൃശ്ശൂർ നഗരത്തിൽ പുലികൾ ഇറങ്ങാൻ പോവുകയാണ്. കാണികൾ വലിയ ആവേശത്തോടുകൂടി, ഒരുപക്ഷെ തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ തൃശ്ശൂരിൻ്റെ ഏറ്റവും വലിയ വർണ്ണക്കാഴ്ചകൾ ഒരുക്കുന്ന ഒരു നിമിഷം കൂടിയാണത്. അതിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും. സൂരജ് സജിയും നിഖിൽ പ്രമേഷും ഷഹദ് റഹ്മാനും വിവരങ്ങൾ നൽകുക.